ആരോഗ്യമുള്ള കുഞ്ഞ് ഒരു വീട്ടിൻ്റെ ഏറ്റവും വലിയ സന്തോഷമാണ്. അതുകൊണ്ട് തന്നെ ഗർഭകാലത്തെക്കുറിച്ച് ഒരുപാട് സംശയങ്ങൾ സാധാരണ ആൾക്കാർക്ക് ഉണ്ടാകുക സാധാരണമാണ്. അതിനെക്കുറിച്ചാണ് ഞാൻ സംസാരിക്കുന്നത്. ഗർഭകാലത്തെ ശുശ്രൂഷ ശരിക്കും തുടങ്ങുന്നത് ഗർഭകാലത്തിന് മുമ്പ് തന്നെയാണ്. പലവർക്കും ഇന്നത്തെ കാലത്ത് പ്രമേഹം, പ്രഷർ, ഹൈപ്പർ ടെൻഷൻ, BP കൂടുതലായിട്ടുള്ള പ്രോബ്ലംസ്, അപസ്മാരം, അതുപോലെ തന്നെ ഹാർട്ടിൻ്റെ അസുഖങ്ങൾ, ഇങ്ങനെയുള്ള സ്ത്രീകൾ ഗർഭകാലത്തിന് മുമ്പ് തന്നെ അതിൻ്റെ ശുശ്രൂഷ അല്ലെങ്കിൽ അവിടെ തന്നെ തുടങ്ങുകയാണ്. ഇതെല്ലാം കൺട്രോൾ ചെയ്തതിന് ശേഷം മാത്രമേ ഗർഭകാലത്തേക്ക് പ്രവേശിക്കുവാൻ പാടുകയുള്ളൂ. അതായത് BP ഉള്ള പേഷ്യൻസ്, അതിന് ഗർഭകാലത്തിന് ഉതകുന്നതായിട്ടുള്ള BPക്കുള്ള ഗുളിക, ഡയബറ്റീസ്, ഇൻസുലിനാണ് നമ്മൾ സാധാരണ ഗർഭിണിയായിട്ടുള്ള സ്ത്രീകൾക്ക് കൊടുക്കുന്നത്. അപ്പോൾ ഡയബറ്റീസ്, ഷുഗർ കൺട്രോൾ ചെയ്തതിന് ശേഷം മാത്രമേ നമ്മൾ ഗർഭകാലത്തേക്ക് പ്രവേശിക്കുവാൻ പാടുകയുള്ളൂ. അപസ്മാരം, അതുപോലെ തന്നെ ഗുളികകൾ ഏറ്റവും കുറച്ച് അപസ്മാരം കൺട്രോൾ ചെയ്തതിന് ശേഷം മാത്രമേ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഗർഭകാലത്തെ കോംപ്ലിക്കേഷൻസും ഏറ്റവും കുറയ്ക്കുവാൻ നമുക്ക് സാധിക്കും. ഹാർട്ടിൻ്റെ അസുഖം ചില ഓപ്പറേഷനുകളുണ്ട് ഒരു പരിധി വരെ അത് കുറയ്ക്കുവാൻ സാധിക്കും. ഹാർട്ടിൻ്റെ ഓപ്പറേഷൻ ചെയ്യാനുള്ളത് ഏറ്റവും നല്ല സമയം ഗർഭസമയത്തിന് മുമ്പ് തന്നെയാണ്. ഇതെല്ലാം കൺട്രോൾ ചെയ്ത് എല്ലാം നമ്മൾ കൺട്രോൾ ചെയ്തതിന് ശേഷം ഗർഭാവസ്ഥയിലേക്ക് കടക്കുകയാണെങ്കിൽ ഇതെല്ലാം ഈ ഗർഭകാലത്തെ ബുദ്ധിമുട്ടുകൾ കുറയ്ക്കുവാനും അമ്മയ്ക്കും കുഞ്ഞിനും ഏറ്റവും ശുഭമായ ഒരു പര്യവസാനം ഉണ്ടാകുവാൻ സാധിക്കുകയും ചെയ്യും. എപ്പോഴാണ് നമ്മൾ ഗർഭാവസ്ഥയിൽ ആദ്യമായി ഡോക്ടറെ കാണേണ്ടത്? ഗർഭം തുടങ്ങുമ്പോൾ തന്നെ, ഗർഭം യൂറിൻ പ്രഗ്നൻസി ടെസ്റ്റ് പോസിറ്റീവ് ആവുമ്പോൾ തന്നെ നമ്മൾ ഡോക്ടറെ കാണുകയാണ് നല്ലത്. എന്തിനാണ് നമ്മൾ തുടക്കത്തിൽ ഡോക്ടറെ കാണുന്നത്? അതിൻ്റേതായിട്ടുള്ള എന്താണ് ആവശ്യമെന്ന് വെച്ചാൽ, തുടക്കം തന്നെ നമ്മൾ ആദ്യം തന്നെ പേഷ്യൻറ്റിനെ കാണുമ്പോൾ പേഷ്യൻ്റെ അടുത്ത് നമ്മൾ വിശദമായി ഈ കഴിഞ്ഞ ഗർഭത്തെക്കുറിച്ച്, ആദ്യത്തെ ഗർഭമാണെങ്കിൽ കുഴപ്പമില്ല, മുമ്പത്തെ ഗർഭമാണെങ്കിൽ റിസ്ക്, ഈ പേഷ്യൻറ്റിന് എത്ര റിസ്ക് ഉണ്ട് ഗർഭാവസ്ഥയിൽ, ഹൈ റിസ്ക് ആണോ ലോ റിസ്ക് കാറ്റഗറിയിലാണോ ഇവർ വരുന്നതെന്ന് നമ്മൾ ആദ്യത്തെ പരിശോധനകളിൽ നിന്നും അവരുടെ ഹിസ്റ്ററി എടുക്കുന്നതിൽ നിന്നാണ് നമ്മൾ തിരിച്ചറിയുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം പേഷ്യൻ്റ് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഹിസ്റ്ററി എടുക്കുകയാണ് ചെയ്യുന്നത്. അവരുടെ മുമ്പത്തെ ഗർഭത്തിൽ എന്തെങ്കിലും കോംപ്ലിക്കേഷൻസ് ഉണ്ടോ? ചില ഗർഭങ്ങൾ മുമ്പ് തന്നെ അബോഷനാവും, റിപ്പീറ്റഡ് ആയിട്ടുള്ള അബോഷൻസ് ഉണ്ടാവാതിരിക്കാം, അല്ലെങ്കിൽ ഗർഭകാലത്ത് തന്നെ നേരത്തെ പ്രസവമെന്ന് പ്രസവിക്കാം, ചിലത് ഗർഭാവസ്ഥയിൽ തന്നെ കുഞ്ഞു ഉള്ളിൽ പോവുക, ഇങ്ങനെ കുറേ കോംപ്ലിക്കേഷൻസ് ഇങ്ങനെ ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഹിസ്റ്ററി നമ്മൾ വളരെ വിശദമായി ചോദിക്കുകയാണ് പതിവ്. അതിനുശേഷം നമ്മൾ ടെസ്റ്റുകളും ചെയ്യും, ബ്ലഡ് ടെസ്റ്റുകളും ചെയ്യും. ബ്ലഡ് ഗ്രൂപ്പ്, രക്തത്തിൻ്റെ അളവ്, ഹീമോഗ്ലോബിൻ, ഷുഗർ, HIV, HbSAg, അങ്ങനെ എല്ലാ ടെസ്റ്റുകളും നമ്മൾ ചെയ്യാറുണ്ട്. സ്കാനിങ് എന്തിനാണ് നമ്മൾ തുടക്കത്തിൽ ചെയ്യുന്നത്? സ്കാനിങ് ചെയ്യുന്നത് കൊണ്ട് ഗുണം എന്താണെന്ന് വെച്ചാൽ, ഗർഭപാത്രത്തിനുള്ളിൽ തന്നെയാണ് ഗർഭം എന്ന് നമ്മൾ ഉറപ്പാക്കുകയാണ് ചെയ്യുന്നത്. ട്യൂബൽ ഗർഭത്തെക്കുറിച്ച് കേട്ടിട്ടില്ലേ? ട്യൂബൽ ഗർഭം അമ്മയുടെ ജീവൻ തന്നെ ആപത്തുള്ളതാണ്. അപ്പോൾ ഇത് നേരത്തെ തന്നെ കണ്ടുപിടിക്കുകയാണെങ്കിൽ ഈ രക്തസ്രാവം അല്ലെങ്കിൽ ഈ ട്യൂബ് പൊട്ടുന്നതിന് മുമ്പ് തന്നെ നമുക്കതിന് ഓപ്പറേഷൻ വഴിയോ അല്ലെങ്കിൽ ഗുളികകൾ വഴിയോ അതിനെ ട്രീറ്റ് ചെയ്യുവാൻ നമുക്ക് സാധിക്കും. ഇതാണ് ട്യൂബൽ ഗർഭം. അതുപോലെ തന്നെ മുന്തിരിക്കല ഗർഭം, അതുപോലെ തന്നെ ഗർഭം മുന്നോട്ട് പോവുകയാണ്, ചിലത് നേരത്തെ തന്നെ അബോഷനാവാം, മിസ്കാരേജ് എന്ന് പറയും, അബോഷനായി പോകാനുള്ള സാധ്യത, ഇതെല്ലാം നമുക്ക് സ്കാനിൽ നിന്ന് തിരിച്ചറിയാം. പിന്നെയുള്ളത് കുഞ്ഞ് ഇരട്ടകൾ. ഇന്നത്തെ കാലത്തെ ഇരട്ടകൾ 3, 2 അല്ല, ഇപ്പോൾ 3 3, 4, 5 ഒക്കെയാണ് നമ്മൾ കാണുന്നത്. ഇതെല്ലാം തുടക്കത്തിലത്തെ സ്കാനിങ്ങിൽ തന്നെ നമുക്ക് തിരിച്ചറിയുവാൻ സാധിക്കും. ഇതെല്ലാം തുടക്കത്തിലത്തെ ആദ്യത്തെ 3 മാസത്തിൽ സ്കാൻ ചെയ്യുന്നതിൻ്റെ ഗുണം ഇത് തന്നെയാണ്. ബ്ലഡ് ടെസ്റ്റും സ്കാനിങ്ങും അതുപോലെ തന്നെ ഈ ഡീറ്റെയിൽ ഹിസ്റ്ററിയും ഇതെല്ലാം എടുക്കുമ്പോൾ നമുക്ക് പേഷ്യൻറ്റിനെ കുറിച്ചൊരു ആകത്തുകയിൽ മനസ്സിലാവും, ഇവർ ഹൈ റിസ്ക് ആണോ ലോ റിസ്ക് ആണോ, ഈ കാറ്റഗറിയിൽ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. സാധാരണ ഗർഭാവസ്ഥയിൽ നമ്മൾ പേഷ്യൻറ്റിനെ വിളിക്കുക, അല്ലെങ്കിൽ ഗർഭിണിയെ നമ്മൾ വിളിക്കുക മാസത്തിൽ ഒരിക്കൽ, അങ്ങനെ 7 മാസം വരെ മാസത്തിൽ ഒരിക്കലും, 28 ആഴ്ച വരെ, അതിനുശേഷം ഒരു 36 ആഴ്ച വരെ, 9ാം മാസം വരെ 2 ആഴ്ച കൂടുമ്പോൾ ഒരിക്കൽ, അങ്ങനെയാണ് നമ്മൾ വിളിക്കുക. അതിനുശേഷം ആഴ്ചയിൽ ഒരിക്കൽ അങ്ങനെ നമ്മൾ വിളിക്കുകയാണ് പതിവ്.
അപ്പോൾ ആദ്യത്തെ 2-3 മാസം നമ്മൾ കാണുമ്പോൾ അതുപോലെ തന്നെ ടി ടി ഇമ്മ്യൂണൈസേഷൻ ടെറ്റനസിൻ്റെ ഇഞ്ചക്ഷൻ നമ്മൾ കൊടുക്കുകയും ചെയ്യും. 2 ഡോസ് 6 ആഴ്ച വ്യത്യാസത്തിൽ 2 ഡോസ് ടെറ്റനസ് ഇഞ്ചക്ഷൻ കൊടുക്കുകയും ചെയ്യേണ്ടത് ആവശ്യമാണ്. പിന്നെ നമ്മൾ സ്കാനിങ് എപ്പോഴാണ് ചെയ്യുന്നത്? അപ്പോൾ ഞാൻ ആദ്യം തുടക്കത്തിൽ തന്നെ ഗർഭാവസ്ഥയിൽ തുടക്കത്തിൽ ഒരു 8 ആഴ്ച 2 മാസം കൊണ്ട് തന്നെ നമ്മൾ സ്കാൻ ചെയ്യും. അതിൻ്റെ ഗുണഫലങ്ങളെക്കുറിച്ച് ഞാൻ പറയുകയുണ്ടായി. പിന്നെ സ്കാനിങ് ചെയ്യുക ഏകദേശം 3 മാസം 11 to 13 ആഴ്ചയ്ക്കുള്ള 3-ാം മാസത്തിലാണ് നമ്മൾ സ്കാൻ ചെയ്യുന്നത്. അതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ ജനിതകമായിട്ടുള്ള വൈകല്യങ്ങൾ, ഡൗൺ സിൻഡ്രോം സ്ക്രീനിംഗ് എന്ന് പറയും, ജനിതകമായിട്ടുള്ള വൈകല്യങ്ങൾ അല്ലെങ്കിൽ അതുപോലത്തെ ആയിട്ടുള്ള കാര്യങ്ങൾ ഒരു ന്യൂക്ലിയർ ട്രാൻസ്ലൂസൻസി ആ സ്കാനിങ് വഴി നമുക്ക് തിരിച്ചറിയുവാൻ അല്ലെങ്കിൽ റിസ്ക് കാറ്റഗറൈസ് ചെയ്യുവാൻ നമുക്ക് സാധിക്കും. ഇങ്ങനെ റിസ്ക് കാറ്റഗറൈസ് ചെയ്യാൻ അതിൻ്റെ കൂടെ തന്നെ ഡബിൾ ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ ബ്ലഡ് ടെസ്റ്റ് അല്ലെങ്കിൽ അതുപോലത്തെ ടെസ്റ്റുകളും കൂടി ചെയ്യുമ്പോൾ ഈ ജനിതകമായിട്ടുള്ള വൈകല്യങ്ങൾ അല്ലെങ്കിൽ അതുപോലെ അംഗവൈകല്യങ്ങൾ അല്ലെങ്കിൽ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ നമുക്ക് കൂടുതൽ മനസ്സിലാക്കുവാൻ സാധിക്കുകയും അതിന് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള പിന്നെ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാൻ സാധിക്കുകയും നമുക്ക് ചെയ്യും. ഇന്നത്തെ കാലത്ത് നൂതനമായിട്ടുള്ള ടെസ്റ്റുകളാണ് ഇവയെല്ലാം. 3-ാം മാസത്തിലെ സ്കാനിങ്, അതുപോലെ തന്നെ ബ്ലഡ് ടെസ്റ്റിംഗ്, ഇതൊക്കെ നമുക്ക് കുറച്ചും കൂടി കുഞ്ഞിൻ്റെ ആരോഗ്യത്തെക്കുറിച്ച് പറഞ്ഞു തരുവാൻ സഹായിക്കും. പിന്നെ നമ്മൾ വരുന്നത് 5-ാം മാസത്തിലെ സ്കാനിങ് ആണ്. 5-ാം മാസത്തിലെ സ്കാനിങ് അനോമലി സ്കാൻ, ടാർഗറ്റഡ് അനോമലി സ്കാൻ എന്ന് പറയും. അത് കുഞ്ഞിൻ്റെ എല്ലാ അവയവങ്ങളെയും നമുക്ക് സ്കാനിലൂടെ കാണുകയും വലുതായിട്ടുള്ള വലിയ പ്രോബ്ലംസ് എല്ലാം തിരിച്ചറിയുവാൻ നമുക്ക് സാധിക്കും. ഒരു പരിധിവരെ ഒരു അനോമലി സ്കാൻ ഒരു 20-22 ആഴ്ചയ്ക്കുള്ളിൽ അനോമലി സ്കാൻ നോർമലാണെങ്കിൽ വലിയതായിട്ടുള്ള പ്രോബ്ലംസ് ഇല്ല എന്ന് നമുക്ക് അനുമാനിക്കുവാൻ സാധിക്കും. ഇങ്ങനെയാണ് നമ്മൾ ആദ്യം ഇങ്ങനെ ഗർഭാവസ്ഥയിൽ കുഞ്ഞിൻ്റെ ആരോഗ്യത്തെ നമ്മൾ മനസ്സിലാക്കുന്നത്. ഇതുപോലെ തന്നെ നമ്മൾ അമ്മയുടെയും ഓരോ പ്രാവശ്യം ബ്ലഡ് പ്രഷർ ഇതെല്ലാം ചെക്ക് ചെയ്യും, വിളർച്ച, ബ്ലഡ് പ്രഷർ ഇതെല്ലാം നോക്കുകയും നമ്മൾ ചെയ്യാറുണ്ട്. പിന്നെ 6-ാം മാസം അവസാനത്തെ മാസങ്ങളിൽ നമ്മൾ അമ്മയുടെ ബ്ലഡ് പ്രഷർ നോക്കുകയും ഇതേപോലത്തെ വിളർച്ച ഇതുപോലത്തെ ക്ലിനിക്കലി ആയിട്ട് നോക്കുകയും ബ്ലഡ് ടെസ്റ്റിലൂടെ നമ്മൾ രണ്ടാമതും നമ്മൾ ഇതെല്ലാം ചെക്ക് ചെയ്യുകയാണ് ചെയ്യുന്നത്. പ്രത്യേകിച്ചും പ്രമേഹം, ചില വളരെ ചെറുപ്പക്കാരികളായിട്ടുള്ള സ്ത്രീകളിൽ പോലും ഇന്ന് അച്ഛനും അമ്മയ്ക്കും പ്രത്യേകിച്ച് പ്രമേഹം ഉള്ള ആൾക്കാരിൽ ഷുഗർ ഡയബറ്റീസ് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ ഈ പ്രമേഹം നമ്മൾ ബ്ലഡ് ടെസ്റ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് തിരിച്ചറിയാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഗ്ലൂക്കോസ് ടോളറൻസ് ടെസ്റ്റ് ഒരു 6-ാം മാസത്തിൽ നമ്മൾ എല്ലാവരിലും ചെയ്യിക്കും. ഒരു 6-ാം മാസത്തിലെ ബ്ലഡ് ടെസ്റ്റായിട്ട് എല്ലാ പ്രമേഹ ഗർഭിണിയായിട്ടുള്ള എല്ലാ സ്ത്രീകളെയും നമ്മൾ പ്രമേഹത്തിനായി ടെസ്റ്റ് ചെയ്യുകയുണ്ട്. അതിനുശേഷം നമ്മൾ കുഞ്ഞിൻ്റെ വളർച്ചയാണ് നമ്മൾ നോക്കുന്നത്. ഓരോ പ്രാവശ്യം അമ്മയുടെ ഗർഭപാത്രത്തിൻ്റെ വലിപ്പം നോക്കിയാൽ തന്നെ കുഞ്ഞിൻ്റെ വളർച്ച നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും. അതുപോലെ തന്നെ ഈ 8-ാം മാസമാകുമ്പോൾ നമ്മൾ ഒന്നും കൂടി ഒരു ഡീറ്റെയിൽ സ്കാൻ നമ്മൾ ഒരു 8 കഴിഞ്ഞ് 9 ആകുമ്പോൾ നമ്മൾ ചെയ്യുകയുണ്ട്. അത് മെയിൻലി കുഞ്ഞിൻ്റെ വളർച്ച, കുഞ്ഞിൻ്റെ വെയിറ്റ്, അതുപോലെ തന്നെ കുഞ്ഞിന് ചുറ്റുമുള്ള ദ്രാവകം ആംനിയോട്ടിക് ഫ്ലൂയിഡ് അതിൻ്റെ അളവ്, അതുപോലെ ഡോപ്ലർ സർക്കുലേഷൻ അതായത് കുഞ്ഞിനോടുള്ള ബ്ലഡ് സർക്കുലേഷൻ, ഇവയെല്ലാം തിരിച്ചറിയാനും ഇതിൽ എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടോ എന്ന് നമുക്ക് തിരിച്ചറിയാൻ നമുക്ക് ഇതെല്ലാം കൊണ്ട് സഹായിക്കും. പ്രത്യേകിച്ചും പ്രഷറുള്ള സ്ത്രീകളിൽ, അതുപോലെ തന്നെ പ്രമേഹമായിട്ടുള്ള രോഗികളിൽ ഇവർക്കെല്ലാം നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് സ്കാനിങ് നമ്മൾ ചെയ്ത് ഇതെന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് നോക്കി ഗർഭം മുന്നോട്ട് പോവുകയാണ് പതിവ്. ഗർഭകാലത്ത് നമ്മൾ സാധാരണ തുടക്കത്തിൽ കണ്ടുവരുന്നത് അമിതമായ ഛർദിയായിട്ട് ഒരുപാട് സ്ത്രീകൾ ബുദ്ധിമുട്ടുന്നതായിട്ട് കാണാറുണ്ട്. ഛർദി ഗർഭത്തിൻ്റെ ഒരു നോർമലായിട്ടുള്ള ഫിനോമിനൻ മാത്രമാണ്. ചെറിയ ഭക്ഷണത്തിലുള്ളൊരു വ്യതിയാനം കൊണ്ടോ സമാധാനിപ്പിച്ച് നമുക്ക് അതിനെ കുറച്ചൊക്കെ കൺട്രോൾ ചെയ്യാം. പക്ഷെ ചിലവർക്ക് ഭയങ്കര ഛർദിയായിട്ട്, അതുപോലെ തന്നെ ഛർദി കൂടുമ്പോൾ ശരീരത്തിൽ ഇല്ലാത്തൊരവസ്ഥയാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ മൂത്രത്തിൽ ഇൻഫെക്ഷൻ ഇതെല്ലാം വന്ന് നമ്മൾ ആശുപത്രിയിൽ അഡ്മിറ്റ് ആക്കേണ്ടി വരാറുണ്ട്. ഇൻട്രാവീനസ് ആയിട്ടുള്ള ഫ്ലൂയിഡ്സ്, ഗ്ലൂക്കോസ് പോലത്തെ ഡ്രിപ്പായിട്ട് കൊടുക്കേണ്ടി വരും. അതുപോലെ തന്നെ ഛർദിക്കായിട്ടുള്ള ഇഞ്ചക്ഷൻ കൊടുക്കേണ്ടി വരും. ഇതെല്ലാം കൊടുത്ത് നമ്മൾ ഗർഭകാലത്തെ ഈ പ്രോബ്ലം ഹൈപ്പറമിസിസ് എന്നാണ് നമ്മളതിനെ ഇംഗ്ലീഷിൽ പറയുന്നത്, ഇതിനെ കൺട്രോൾ ചെയ്യാൻ നമുക്ക് സാധിക്കാറുണ്ട്. ഇതാണ് നമ്മൾ ആദ്യം ഗർഭാവസ്ഥയിലെ തുടക്കത്തിൽ നമ്മൾ കാണുന്ന അവസ്ഥ. ഛർദിയായിട്ടാണ് അവരെ അഡ്മിറ്റ് ആക്കേണ്ടി വരിക. പിന്നെ അബോർഷൻ,
ചിലവരിൽ അബോഷനായിട്ട് അത് തുടക്കത്തിലത്തെ 1-2-3 മാസങ്ങളിലാണ് കൂടുതലായിട്ട് അത് കാണാറുള്ള അബോഷനായിട്ട് പോകുന്നത്. അതിന് പ്രത്യേകിച്ചും ഒരു കാരണം തന്നെ ഉണ്ടാവണമെന്നില്ല. ചിലവരിൽ പ്രഷർ BP കൂടിയിട്ടാവാം, അല്ലെങ്കിൽ ഷുഗർ കൂടിയിട്ടാവാം, അല്ലെങ്കിൽ തൈറോയിഡിൻ്റേതായിട്ടുള്ള പ്രോബ്ലംസ് കൊണ്ടാവാം. എങ്കിൽ പോലും 80 വളരെ ഏറ്റവും കൂടുതൽ അതിന് കാരണം ജനിതകമായിട്ടുള്ള വൈകല്യങ്ങളോ അല്ലെങ്കിൽ പ്രകൃതി തന്നെ അതിനെ അബോർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. പലപ്പോഴും അത് എൻ്റെ കുഴപ്പം കൊണ്ടാണോ, ഡോക്ടറുടെ കുഴപ്പം കൊണ്ടാണോ, എന്തുകൊണ്ടാണ് ഡോക്ടറെ എന്ന് ചോദിച്ച് എന്തുകൊണ്ടാണെന്ന് ചോദിച്ച് സങ്കടപ്പെടാറുണ്ട്. പക്ഷേ ഇതെല്ലാം പ്രത്യേകിച്ച് ഒരു കാരണം കൊണ്ടല്ല. ഇതിൽ എന്തെങ്കിലും ജനിതകമായിട്ടുള്ള എന്തെങ്കിലും വൈകല്യങ്ങളുള്ള ഗർഭത്തിനെ പ്രകൃതി തന്നെ അബോർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇതാണ് നമ്മൾ തുടക്കത്തിലത്തെ ഗർഭത്തിൽ കാണുന്ന കൂടുതലായിട്ടുള്ള പ്രോബ്ലംസ്. പിന്നെ നമ്മൾ വരുന്നത് കൂടുതലും ഓരോ പ്രാവശ്യം നമ്മൾ ചെയ്യുമ്പോൾ ഗർഭിണിയായിട്ടുള്ള സ്ത്രീ നമ്മളെ കാണുവാൻ വരുമ്പോൾ ബ്ലഡ് പ്രഷർ ചെക്ക് ചെയ്യൽ, അതുപോലെ തന്നെ ഗർഭാവസ്ഥയിൽ പെട്ടെന്ന് BP കൂടും നമ്മൾ ചിലവരിൽ കാണാറുണ്ട്. പ്രത്യേകിച്ചും ഒരു കാരണം തന്നെയില്ല, അമ്മയ്ക്കോ അച്ഛനോ BP വരണം എന്നില്ല. ബ്ലഡ് പ്രഷർ കൂടുന്നത് അമ്മേനെയും കുഞ്ഞിനെയും രണ്ടുപേരെയും ബാധിക്കുന്ന ഒന്നാണ്. അപ്പോൾ അത് ബ്ലഡ് പ്രഷർ കൂടുന്നത് വളരെ ആപത്തായിട്ടുള്ളൊരു കാര്യമാണ്. അതിൻ്റേതായിട്ടുള്ള ഗുളികകൾ കഴിക്കുകയും BP കൂടുകയാണെങ്കിൽ എത്രയും പെട്ടെന്ന് ഗർഭാവസ്ഥയിൽ കുഞ്ഞിനെ പുറത്തെടുക്കുക വഴി ആ BP കുറയ്ക്കുകയും അതാണ് സാധാരണ ചെയ്യാറുള്ളത്. അതുപോലെ തന്നെ പ്രമേഹം നമ്മൾ ഇൻസുലിൻ വെച്ചാണ് ഗർഭാവസ്ഥയിൽ ട്രീറ്റ് ചെയ്യുന്നത്. പ്രമേഹത്തിന് എഗെയിൻ അമ്മേനെയും കൂടുതൽ കുഞ്ഞിനെയും ബാധിക്കാവുന്ന കാര്യങ്ങളാണ്. കുഞ്ഞിൻ്റെ വലിപ്പം കൂടുതൽ, അതുപോലെ തന്നെ കുഞ്ഞ് പെട്ടെന്ന് ഉള്ളിൽ പോയി പോവുക, അല്ലെങ്കിൽ ഉള്ളിൽ തന്നെ മരിച്ചു പോവുക, അങ്ങനത്തെ ഒരു അവസ്ഥയൊക്കെ പ്രമേഹവുമായി ബന്ധപ്പെട്ടുണ്ട്. അപ്പോൾ അതിനെല്ലാം കൺട്രോൾ ചെയ്ത് അതിനെ കണ്ടുപിടിക്കുക, പ്രഷറും ഷുഗറും കണ്ടുപിടിക്കുകയും അതുപോലെ തന്നെ ഇതിനെ ട്രീറ്റ് ചെയ്യുകയും അത് ഗർഭാവസ്ഥയിൽ എത്രയും നേരത്തെ അതിനെ ട്രീറ്റ് ചെയ്യാൻ സാധിക്കുകയാണെങ്കിൽ അമ്മയും കുഞ്ഞും ഒരു ആപത്തില്ലാതെ ഈ ഗർഭം കുഴപ്പമില്ലാതെ മുന്നോട്ട് പോകുന്നതാണ് നമ്മൾ കാണുന്നത്.